തീർച്ചയായും അജി, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. കാരണം ഒരുപാട് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടയിലാണ് മറ്റൊരു മണ്ഡലകാലം കൂടി വന്നിരിക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്ന ആ ഭക്തജന തിരക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും അമൃത, ഈ വലിയ തലത്തിലുള്ളൊരു ആശങ്ക ഈ വിവാദങ്ങൾ വന്നതോടുകൂടെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ കണ്ടതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങളുള്ള ഒരു മണ്ഡല തീർത്ഥാടന കാലമാണ് ഇത്തവണ നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാവൂ. പ്രത്യേകിച്ച് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഈ മണ്ഡലകാല തീർത്ഥാടന കാലത്തിൽ മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് എത്തുന്നത്. അപ്പോൾ വിവാദം എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം അത്രത്തോളം ഈ പ്രത്യേകിച്ച് കാണിക്ക വരവിൻ്റെ ആണെങ്കിലും നടവരവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പുഷ്പാഭിഷേകത്തെ സംബന്ധിച്ചിടത്തോളം പടിപൂജയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പൂജകളൊക്കെ വർഷങ്ങളായി ബുക്ക് ചെയ്ത് കാത്തു നിന്ന് വേണമായിരുന്നു അയ്യപ്പ ഭക്തർക്ക് അതിനെല്ലാം ടോക്കണൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തവണത്തെ വിവാദങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള കോട്ടം സംഭവിച്ചു എന്നുള്ളത് വരുന്ന ദിവസങ്ങൾക്ക് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇത്തവണത്തെ തീർത്ഥാടകൻ നമുക്കറിയാം, ജയകുമാർ IAS പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം. അദ്ദേഹം ശബരിമലയുടെ മുൻ ദേവസ്വം കമ്മീഷണറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ചുമതല അത്രത്തോളം ഭാരിച്ച ചുമതല ഒന്നുമല്ല. കാരണം ഇതിനു മുൻപും അദ്ദേഹം ശബരിമല ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്തൊക്കെ തന്നെ കൃത്യമായ ഏകോപന ചുമതലകളും മറ്റു കാര്യങ്ങളൊക്കെ സുഗമമായി നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് വിവാദങ്ങളൊന്നും ബാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡും ഉള്ളത്. ഇത്തവണ അത്തരത്തിലുള്ള വിവാദങ്ങൾ, അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ നമുക്കറിയാം. ഇതിൽ അമൃത മറ്റൊന്ന് പ്രധാനമായും എടുത്ത് പറയേണ്ടത്, ശബരിമല മുൻ പ്രസിഡൻ്റായിരുന്ന, അത് തിരുവിതാംകൂർ മുൻ പ്രസിഡൻ്റായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്ത് പറഞ്ഞിരുന്നു, ശബരിമലയിൽ മറ്റ് അവതാരങ്ങളെ ഒന്നും അനുവദിക്കില്ല, കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടത്തും, മേൽശാന്തിമാർക്ക് ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാക്കും, പോലീസ് വെരിഫിക്കേഷൻ ഉള്ള, അതായത് പോലീസിൻ്റെ വെരിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഈ കീഴ്ശാന്തിമാരായിട്ട് ചുമതല, മേൽശാന്തിമാരുടെ സഹായികളായിട്ട് പരികർമ്മികളായിട്ട് അവരെ മാത്രമേ നിയമിക്കുകയുള്ളൂ, മറ്റ് അവതാരങ്ങളെ ഒന്നും അവിടെ കടുപ്പിക്കില്ല എന്ന തരത്തിലൊക്കെ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഒട്ടനവധി മാറ്റങ്ങളാണ്. നമുക്കറിയാം, സാധാരണയായി ശബരിമലയിൽ മേൽശാന്തിമാരുടെ സഹായികളായി പരികർമ്മികളായി എത്തുന്നത് വർഷങ്ങളായി ശബരിമലയിൽ പരികർമ്മികളായി തുടരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വിവാദങ്ങൾ ഇടയാക്കിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അത്തരത്തിൽപ്പെട്ട ഒരു പരികർമ്മി തന്നെയായിരുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഇത്തവണ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതൊക്കെയാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത്. നമുക്കതിനായി തന്നെ കാത്തിരിക്കാം എന്തൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പുതിയ മേൽശാന്തിമാരുടെ പ്രതികരണങ്ങൾ കൂടി വരണം. ഈ മണ്ഡല തീർത്ഥാടന കാലത്തെ എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം എന്നുകൾ കൂടി നമുക്കറിയണം. അതും വരുന്ന മണിക്കൂറുകൾക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ലഭിക്കുക. ഏതായാലും ഇത്തവണ വലിയ തീർത്ഥാടനത്തിന് വലിയ രീതിയിൽ തിരക്കുകൾ ആദ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ തിരക്ക് അവിടെ ഈ തുറന്ന ദിവസം തന്നെ ഇല്ല എന്നുള്ളത് വേണം പറയാൻ. വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. ഈ തീർത്ഥാടന കാലത്തിൽ 3500ഓളം പോലീസുകാരെയാണ് സന്നിധാനത്തും നിലയ്ക്കലും പമ്പയിലും നിയോഗിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 6 ഘട്ടമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത്. ഒപ്പം തന്നെ സന്നിധാനം, നിലയ്ക്കൽ, വടശ്ശേരിക്കര എന്നിവിടങ്ങളിൽ താൽക്കാലിക പോലീസ് സ്റ്റേഷനുകൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയുമുണ്ട്. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രത്യേക കൺട്രോൾ റൂമുകളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂമും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ, സുരക്ഷ ഒരുക്കുന്ന മായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ പമ്പയിൽ നിന്ന് തന്നെ മുകളിലോട്ട് കയറ്റിവിടുന്ന സമയത്ത് തന്നെ കയ്യിൽ സ്റ്റാമ്പ് അടിച്ചതിന് ശേഷമാണ്, അതായത് ബാഡ്ജ് അല്ലെങ്കിൽ സ്റ്റാമ്പ് റൗണ്ട് ചെയ്തതിന് ശേഷമാണ് മുകളിലേക്ക് കയറ്റിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ശബരിമല തീർത്ഥാടനം കയറുന്ന സമയത്ത് നീലിമലയിലും കരിമലയിലും ഒക്കെ തന്നെയും വലിയ തലത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും തീർത്ഥാടകർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹൃദയാഘാതമാണ് മല കയറുമ്പോൾ സംഭവിക്കുന്നത്. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തരുടെ ആരോഗ്യകാര്യം ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലൊക്കെ വലിയ തരത്തിൽ മരണങ്ങൾ പോലും സംഭവിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തീർത്ഥാടകരോട് വളരെ പെയ്യെ മല കയറണമെന്നും കൃത്യമായ ആരോഗ്യ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും വിവാദങ്ങൾക്കിടയിലാണ് ഇത്തവണത്തെ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമൃത.